10ാം ക്ലാസ്സിലെ നാലാമത്തെ മാത്സിന്റെ നാലാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം ഡിഗ്രി സമവാക്യങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. പാർട്ട് 1ലും 2ലും നമ്മൾ മുമ്പിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇത് വരുന്നത്. അപ്പോൾ 16 added to the sum of the first few terms of the arithmetic sequence 9, 11, 13 gave 256. How many terms were added? 9, 11, 13 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. എത്ര പദങ്ങളാണ് കൂട്ടിയത്? ഇത് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞത്? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 9, 11, 13 എന്ന് പറഞ്ഞ അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് നമ്പർ ആഡ് ചെയ്തപ്പോൾ എന്നല്ലേ പറഞ്ഞത്? 9, 11, 13 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും അതിന്റെ തുകയുടെ ഒപ്പം 16 കൂടി കൂട്ടിയപ്പോൾ അല്ലെ? തുക എന്ന് പറഞ്ഞാൽ എന്നാ? SN അല്ലേ? സം ഓഫ് n ടേംസ്, n സംഖ്യകളുടെ തുക, n പദങ്ങളുടെ തുകയുടെ ഒപ്പം 16 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 256 കിട്ടി അല്ലെ? ഇനി എത്ര ടേംസ് ആണ്, എത്ര പദങ്ങളാണ് കൂട്ടിയെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ SN നമുക്ക് ഇട്ടുകൊടുക്കണം. SN കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ആദ്യ പദം 9, D പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. 9 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. പിന്നെന്താണ്? XN കണ്ടുപിടിക്കണം അല്ലെ? XN എങ്ങനെ കണ്ടുപിടിക്കാം? DN പ്ലസ് F മൈനസ് D. എന്താണ് D എത്രയാണ്? 2 N പ്ലസ് F എത്രയാണ്? F എത്രയുടെ ആദ്യ പദം അല്ലെ? ആദ്യ പദം F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 9 മൈനസ് D എത്രയാണ്? 2. അപ്പൊ എന്ത് കിട്ടും? 2N പ്ലസ് 7 കിട്ടും. 9 2 കുറച്ച് കഴിഞ്ഞപ്പോൾ 7 കിട്ടി. ഇനി തുകേന്റെ എന്താണ്? n/2 x1 പ്ലസ് xn. n/2 n തന്നെയാണ്. n പദങ്ങളുടെ തുക. എത്ര പദങ്ങളുടെ തുകയാന്ന് പറഞ്ഞില്ല, അവിടെ n/2. x1 എത്രയാണ്? 9 പ്ലസ് xn നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചാണ്. xn എത്രയാണ്? 2n പ്ലസ് 7. 2n പ്ലസ് 7 n/2. ഇതിൽ ഞാൻ ആദ്യം n ഉള്ളതിനെ ആദ്യം എടുത്ത് എഴുതി. n ഉള്ളതാണ് 2n ആദ്യം എടുത്ത് എഴുതി. അതിനുശേഷം നമ്പേഴ്സ് ഒക്കെ കൂട്ടി എഴുതാം. നമ്പേഴ്സ് എടുക്കുക. 9 7 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 16. ഇനി നമ്മൾ എന്ത് ചെയ്യണം? n/2 നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കണം. അപ്പൊ എന്ത് വരും? 2 × n, 2n എഴുതി n/2 പ്ലസ് 16 കൊടുക്കുക n/2. രണ്ടാൾക്കും എന്ത് കൊടുക്കണം? n/2 ഇതിനും കൊടുക്കണം ഇതിനും കൊടുക്കണം. ഓക്കെ. ഇനി എന്താണ്? 2 പോയി. അപ്പൊ എന്ത് വരും? n × n എന്താണ്? n². n × n എന്ത് വരും? n². ഇത് ഈ സൈഡിലേക്ക് എഴുതാം. എന്നാണ് n × n. SN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? n × n എന്ത് വരും? n² പ്ലസ് 16/2. ഇത് പകുതി കണ്ടാലും മതി. 16/2 എത്രയാണ്? 8. പിന്നെ എന്താ അവിടെ ഉള്ളത്? n ഉണ്ട് അല്ലെ? ഇതാണ് വരിക. സമ്മ് കിട്ടി അല്ലെ? തുക നമുക്ക് കിട്ടി. തുക കിട്ടിക്കഴിഞ്ഞാൽ തുകേന്റെ ഒപ്പം 16 കൂടി കൂട്ടാം അല്ലെ? SN പ്ലസ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 256. അപ്പൊ SN എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് n² പ്ലസ് 8n പ്ലസ് എത്രയാണ്? 16. SN പകരം നമ്മൾ ഇത് എഴുതി. SN പകരം ഇത് എഴുതി അല്ലെ? SN പകരം ഇത് എഴുതി. 8n പ്ലസ് n² പ്ലസ് 8n പിന്നെ 16 ഇവിടെ തന്നെ എഴുതി. = സമം 256. നോക്കിയേ. ഇനി ഇതെന്താ? n² പ്ലസ് 8n പ്ലസ് ഇതെന്താ? 4² അല്ലേ? 256 നമുക്ക് 4² എന്ന് എഴുതി കൂടെ? 8ന്റെ പകുതി 4 ആണ്. 4² ആണ് ഇതുള്ളത് അല്ലെ? അങ്ങനെ എഴുതാൻ പറ്റും. ഇനി എന്താ ചെയ്യാ? നമ്മൾ ഓൾറെഡി ചെയ്ത ടൈപ്പ് പ്രോബ്ലം ആണ്. എങ്ങനെ ചെയ്യാം? n ഉണ്ട് ഇവിടെ, 4 ഉണ്ട് ഇവിടെ. n പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 256 വരും. ഓക്കെ ആണല്ലോ? ഇനി n പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് √256. √256 എത്രയാണ്? നോക്കാം. 16 നോക്കി നോക്കാം നമുക്ക്. 16 × 16 എത്ര? 6 6 36. 3 ബാക്കി. 1 6 6 3 9 6 1 1 6 5 256. ഓൾറെഡി പഠിച്ചു വെച്ചവർക്കാണെങ്കിൽ സിമ്പിൾ ആണ്. 16ന്റെ 256ന്റെ റൂട്ട് 16 ഡയറക്റ്റ് ഇവിടെ എഴുതാം. പ്ലസ് ഓർ മൈനസ് 16. n പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 16 പ്ലസ് ഓർ മൈനസ് 16 അല്ലെ? അപ്പൊ n പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 16 വരാം. അല്ലെങ്കിൽ എന്ത് വരും? n പ്ലസ് 4 സമം മൈനസ് 16. n സമം 16. ഇതങ്ങോട്ട് പോയാൽ -4.
ഇതെന്താ -16 ഡിഗ്രി +4 അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും -4 വരും. അപ്പൊ ഇതെന്ത് വരും 12 16 4 കുറച്ച് 12 കിട്ടി. ഇതെന്ത് വരും -20. പദങ്ങളുടെ എണ്ണം എപ്പോഴെങ്കിലും നമ്പർ ഓഫ് ടേംസ് എപ്പോഴെങ്കിലും നെഗറ്റീവ് വരുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? പദങ്ങളുടെ എണ്ണം എടുത്ത് എഴുതണം. പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ടേംസ്. എത്രയാണ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12 അല്ലേ? 12 ഇവിടെ എടുത്ത് എഴുതാം 12. അപ്പൊ നമ്മൾ ആൻസർ ആയി 12 പദങ്ങളുടെ തുകയാണ്. 12 ടേംസിന്റെ സമ്മിന്റെ ഒപ്പം എത്ര കൂട്ടണം? 16 കൂട്ടിയാലാണ് എന്ത് വരിക 256 കിട്ടുക. ഓക്കെ ആണല്ലോ.